ഇന്നത്തെ അവസാനത്തെ ദിവസം സഭയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന അടങ്ങിയ ധനബില്ല് നിയമസഭയിൽ വരും. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബില്ല് അവതരിപ്പിക്കും. നികുതി ഇളവിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ലും ഇന്ന് സഭയിൽ വരുന്നുണ്ട്. FCRA നിയമ ഭേദഗതിക്കെതിരായ പ്രമേയവും നിയമസഭ പരിഗണിക്കും. അർജുൻ രാജ് വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പറഞ്ഞ പോലെ നിയമസഭയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നികുതി ഘടനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, മദ്യത്തിന്റെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ധനബില്ല് വരുന്ന സമയത്ത് അതിൽ ഒരു 3A ക്ലോസ് വച്ചിട്ടുള്ളത് കൊണ്ട് നികുതി ഘടന ഉടൻ തന്നെ നിലവിൽ വരില്ല എങ്കിലും ഇതിന്റെ പരാമർശം ധനബില്ലിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. VM സുധീരൻ അടക്കം ഇടഞ്ഞു നിൽക്കുമ്പോഴും അതിനെ പരിഗണിക്കാതെ ധനബില്ലിൽ നികുതി ഘടനയുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അതിൽ എങ്ങനെയാകും ഇനി പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നത് അടക്കം അറിയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വേണം. രണ്ടാമത്തേത് FCRAക്കെതിരായ പ്രമേയം, അത് സഭ ഏകകണ്ഠമായി അംഗീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീടുള്ളത് ഗവൺമെന്റ് ഓഫ് കേരള. ഇന്ന് തൊട്ട് ഗവൺമെന്റ് ഓഫ് കേരളം എന്ന ഔദ്യോഗികമായി മാറുകയാണ്. രാഷ്ട്രപതിയുടെ റഫറൻസ് ഇന്ന് സഭയിലെത്തുന്ന ദിവസവുമാണ്. അപ്പൊ ഇന്ന് സംഭവ ബഹുലമാകും സഭ, അല്ലേ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭ ഒന്നാം UDF സർക്കാരിന്റെ ആദ്യ സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. സേതു പറഞ്ഞതുപോലെ തന്നെ സംഭവ ബഹുലമായി തന്നെ അവസാനിക്കും ഇന്ന് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ധനബില്ല് ഇന്ന് നിയമസഭ പാസാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സഭാ നടപടി. അതിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള വിവാദമായിട്ടുള്ള നിർദ്ദേശം അടങ്ങിയതാണ് ആ ബില്ല്. 120ഉം 175% നികുതി ഇളവാണ് ഇത്തവണ ഉള്ളത്. സാധാരണ മദ്യത്തിന് 250-ന് മുകളിലാണെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അക്കാര്യം ഈ ബില്ലിൽ നിർദ്ദേശിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്യുമെങ്കിലും ഒരു പ്രത്യേക വിജ്ഞാപനത്തിലൂടെ മാത്രമേ നടപ്പാക്കൂ എന്ന് പ്രത്യേകം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉടനടി തീരുമാനത്തിലേക്ക്, പ്രാബല്യത്തിലേക്ക് പോകില്ല എന്ന് UDFനെ വാദിച്ച് നിൽക്കുകയും ചെയ്യാം. കാരണം UDFൽ ചർച്ച ചെയ്ത് മദ്യനയം നടപ്പാക്കി തീരുമാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പറഞ്ഞ നികുതി ഇളവ് പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാണ് UDF വാദിക്കുന്നത്. സർക്കാരും ആ തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ പ്രത്യേകം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇങ്ങനെ ബില്ലിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് അത് നിയമപരമായി നിലനിൽക്കില്ലേ? കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കമ്പനികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് വിധി വരില്ലേ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം തന്നെ അഴിമതിയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഈ ധനബില്ലിന്മേൽ നടക്കുന്ന ചർച്ചയിലൊക്കെ വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തേത്, കേരളം എന്നുള്ള പേരിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. 2 വർഷം മുൻപ് ഇതേ ആവശ്യം നിയമസഭ അംഗീകരിച്ച് പ്രമേയം പാസാക്കിയതാണ്. പിന്നീട് അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും രാഷ്ട്രപതിയുടെ മുൻപിൽ വരികയും ചെയ്തു. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടി രാഷ്ട്രപതിയാണ് ഇപ്പോൾ റഫറൻസ് സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത്. നിയമസഭ ഇക്കാര്യം എന്തായാലും ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്യും ഇന്ന്. അതിനുശേഷം ചില നടപടികൾ കൂടി, കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഔദ്യോഗിക രേഖകളിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേരളം എന്നതായിരിക്കും ഇനി തൊട്ട് ഉണ്ടാവുക. മൂന്നാമത്തേത് FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ്. അത് ചട്ടം 118 പ്രകാരം ഇന്ന് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. ഈ ഭേദഗതി വന്നതുകൊണ്ട് ഈ പ്രത്യേകിച്ച് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ആ പ്രമേയം. ഇന്നലെയും സമാനമായ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് BJP അംഗങ്ങൾ ശക്തമായിട്ടുള്ള വിയോജിപ്പ് അറിയിക്കുകയും ഭേദഗതി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു. സ്വാഭാവികമായും ഇന്ന് ഏകകണ്ഠം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം BJP അംഗങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കൂടി ഇന്ന് നിയമസഭയുടെ മുൻപാകെ വരും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക പ്രസ്താവന ഇന്ന് സണ്ണി ജോസഫ് മന്ത്രി നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധി എത്രത്തോളമാണ്, അത് പരിഹരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തുന്നു. ചുരുക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സഭയിൽ നടക്കുന്നുണ്ട്. ഇന്നത്തെ വാർത്താ ദിനത്തിലെ എനിക്ക് തോന്നുന്നു കേന്ദ്ര ബിന്ദു ഒരുപക്ഷെ സഭയായിരിക്കും. നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങളാകും.